നിസ്സാരമായ കാര്യങ്ങളാണ്. ഒരുപാട് പ്രയാസപ്പെട്ട കാര്യങ്ങളൊന്നും നിവേദനം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നത്, പഠിപ്പിച്ചു തന്നത് വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകൾ മാത്രമേ. ആ സുന്നത്തുകൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ മഹാന്മാർ പഠിപ്പിക്കുന്ന 3 ഗുണങ്ങൾ, 3 പ്രതിഫലങ്ങൾ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ പ്രതിഫലം മഹാന്മാർ പഠിപ്പിക്കുന്നത് അവൻ വിലായത്തിന്റെ പദവിയിലേക്ക് കയറുന്നതാണ്. ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ സുന്നത്തിന് മാത്രം ഫർദിന്റെ കൂടെ സുന്നത്ത് നിസാരമാണ്. ആ സുന്നത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ വിലായത്തിന്റെ പദവിയിലേക്ക് കയറും. ഒന്നാമത്തെ ഗുണം ഈമാൻ വർദ്ധിക്കും. രണ്ടാമത്തെ ഗുണം അല്ലാഹുവിനെ ഇഷ്ടപ്പെടും, റബ്ബിന്റെ പൊരുത്തം, റബ്ബിന്റെ സ്നേഹം, റബ്ബിന്റെ മഹബത്ത് കിട്ടും. രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം അവൻ അവൻ ദുആക്ക് ആമീൻ പിടിച്ചാൽ, അല്ലെങ്കിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആക്ക് ഉത്തരം ഉണ്ടാകും. ഇതിന് 3നും തെളിവായിട്ട് മഹാന്മാര് ഒരു ഹദീസിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരൊറ്റ ഹദീസ്. ആ ഹദീസിലൂടെ നമുക്ക് ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്താ പറഞ്ഞത്? പറഞ്ഞു വിശാലമായ ഹദീസാണ്. അത് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. എന്നിലേക്ക് എന്റെ അടിമ അടുത്തുകൊണ്ടേയിരിക്കും. എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ വാഫിൽ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും. ഒന്നാമത്തെ ഗുണം എന്താ പറയുന്നത്? ഒന്നാമത്തെ ഗുണം എന്താ പറഞ്ഞത്? വിലായത്തിന്റെ പദവിയിലേക്ക് കിടക്കുന്നതിനാ പറഞ്ഞത്. വിലായത്തിന്റെ ഈമാൻ കിട്ടും, ഈമാൻ വർദ്ധിക്കും, വിലായത്തിന്റെ പദവിയിലേക്ക് കിടക്കും. ഒന്നാമത്തെ ഗുണം, എന്നിലേക്ക് ഒരു അടിമ സുന്നത്ത് കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഞാൻ അവൻ ഇഷ്ടപ്പെടുന്നത് വരെ എന്നിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കാണുന്ന കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് പോലെയാകും. അവന്റെ കർണപുടങ്ങൾ, അവന്റെ കൈകാലുകൾ എല്ലാം അല്ലാഹു തആല കാണുന്നത് പോലെ, റബ്ബ് പ്രവർത്തിക്കുന്നത് പോലെയാകും. അത്രത്തോളം അല്ലാഹുവിലേക്ക് അടുക്കുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ആ മനുഷ്യൻ എന്നോട് ചോദിച്ച ദുആക്ക് ജാബത്തു. ഈ മനുഷ്യൻ സുന്നത്ത് കൊണ്ട് മുറുകെ പിടിച്ച മനുഷ്യൻ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവന് നൽകും. ഞാൻ തീർച്ചയായിട്ടും നൽകുന്നു. ഞാൻ തീർച്ചയായിട്ടും നൽകും. അപ്പോൾ വിലായത്തിന്റെ പദവിയിലേക്ക്, അള്ളാഹുവിന്റെ മഹബത്തിലേക്ക്, അതുപോലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന മനുഷ്യനായി അവന് പരിവർത്തനം സംഭവിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? കേവലം സുന്നത്ത് കൊണ്ട്. ഒരൊറ്റ സുന്നത്ത് പരിചയപ്പെടുത്തണം. ഒരൊറ്റ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതലുള്ള സുന്നത്തുകളാണ് ഇൻഷാ അല്ലാഹ് 12 ദിവസം നമുക്ക് പരിചയം. 12 ദിവസം ഇൻഷാ അല്ലാഹ്. പ്രവർത്തിക്കാൻ സമയം പള്ളിയിരിക്കണം. ഇത്തിക്കാഫിന്റെ നിയത്ത് വെച്ചുകൊണ്ട് ആമീൻ പറഞ്ഞ മലക്കുകൾ അല്ലാഹു തആല കേൾക്കും. ആമീൻ അല്ലാഹു തആല കേൾക്കുകയും ചെയ്യും. നമ്മുടെ ആമീന്റെ കൂടെ ആരും ആമീൻ പറയും? മലക്കുകൾ ആമീൻ പറയും. അപ്പൊ ഒന്നാമത്തെ സുന്നത്ത് കേട്ടോ കുട്ടികളെ, ശ്രദ്ധിക്കണില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിബിധങ്ങൾ പറയും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് ദുആ. അൽഹംദുലില്ലാഹില്ലദീ എന്താ? അൽഹംദുലില്ലാഹില്ലദീ സർവ്വസ്തുതിയും റബ്ബിനാണ്. എങ്ങനെയാണ് റബ്ബ്? അഹ്യാനാ ബഅദമാ അമാതനാ, എന്നെ മരിപ്പിച്ചതിന് ശേഷം. ബഅദമാ അമാതനാ, ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട് മരിച്ചുപോയായിരുന്നു. ആ ഉറക്കമെന്ന് പറയുന്നത് ഒരു മരണം പോലെ, മരണത്തിന്റെ കൂട്ടുകാരനാണ്. ഞാൻ മരിച്ചുപോയി. ആ മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ചതായ റബ്ബിനാവുന്നു സർവ്വസ്തുതിയും. റബ്ബിലേക്കാണ് ഞാൻ അവസാനം ചെന്ന് ചേരുന്നത്, മടങ്ങുന്ന റബ്ബിലേക്കാണ്. ഈ ദുആ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ എന്ന് ദുആ. വിൽപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ
വിരിപ്പിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദ്വാരക്കും. എന്നിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തങ്ങൾ ചെയ്യുന്ന കാര്യം നബിതങ്ങളുടെ കൈയൊന്ന് വാശി. അടുത്തെന്താ? നേരെ പോയി പല്ല് വെക്കലല്ല, നേരെ പോയി പല്ല് വെക്കലല്ല. ആദ്യം എന്തെയും കൈയൊന്ന് നമ്മൾ കൊറോണ കാലത്ത് സാനിറ്റൈസ് ചെയ്യും, കൈയൊക്കെ ഒന്ന് ശുദ്ധിയാക്കി. പിന്നെ ഈ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നബിതങ്ങൾ ആദ്യമായി ചെയ്യുന്നത് കൈയൊന്ന് വാശി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി കിടക്കാൻ നേരത്ത് ഇവന്റെ കൈ ന്യായത്തിന് അതിനെ മാറ്റത്തിയത് ഇവന്റെ കൈ എവിടെയൊക്കെ പോയി മാറ്റുന്നതായി പറ്റില്ല. രാത്രി കിടക്കാൻ നിർത്തും, അവിടെ ചൊറിയും ഇവിടെ ചൊറിയും, അവിടെ മാന്തും ഇവിടെ മാന്തും. അപ്പൊ അങ്ങനെ ആകുമ്പോ കയ്യിലെന്തുണ്ടോ എന്റെ മോശമായ ദേശമായ രസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വരുത്തുന്നതായ എന്തെങ്കിലുമൊക്കെ അണുക്കളോ വന്ന് കയ്യിലുണ്ടായേക്കാം. അപ്പൊ നബിതങ്ങൾ ആദ്യം ഈ ദുആ ചെയ്തിട്ട് എന്ത് ചെയ്യും? കൈ വാശി എടുത്താൽ പിന്നീടാണ് മിസ്വാക്ക് ചെയ്യാൻ പല്ല് വെക്കുന്നത്. അപ്പൊ ഇന്ന് പഠിച്ച സുന്നത്ത് എല്ലാ ദിവസവും സുന്നത്ത് ആവർത്തിക്കുകയാണ്. മക്കളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതാ ജീവിതത്തിൽ ഒരു ചാർട്ട് പോലെ ഭിത്തിയിൽ ഒട്ടിച്ചു കിടക്കുന്ന റൂമിൽ, നമ്മളെ ബെഡ്റൂമിൽ എന്ത് ചെയ്യണം? ബെഡ്റൂമിൽ വലിയ ആയത്തുകുറിച്ചൊക്കെ അൽഹംദുലില്ലാഹ് അത് തന്നെയാണ്. അതുപോലെ ഒരുപാട് ഫോട്ടോകളും ഭംഗിയാവുന്ന ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. അതിന്റെ കൂടെ ഒരു ചാർട്ട് നബിതങ്ങളുടെ ഒരു ദിവസത്തെ ജീവിതക്രമം എങ്ങനെയായിരുന്നു ദുആകളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. അതെന്ത് ചെയ്യണം? അവിടെ തൂങ്ങിക്കിടന്നാൽ പോരാ, അത് വാപ്പായി അത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നബിതങ്ങളുടെ സുന്നത്ത് ഇങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രതിഫലം എന്താ? ഒന്നാമത്തത് വിലായത്തിന്റെ പദവിയിലേക്ക് കിടക്കും, അല്ലാഹുവിന് ഇഷ്ടം കിട്ടും. അതുപോലെ തന്നെ ഇവൻ ആമീൻ പിടിച്ചാൽ, ഇവൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തനബിയുടെ സുന്നത്തിനെ മുറുകെപ്പിടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. തിരുസുന്നത്തിനെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ അല്ലാഹു തആല നമ്മെ തൗഫീഖ് നൽകുമാറാകട്ടെ.